സംഭവം നടന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എനിക്ക് ആ സംഭവം അങ്ങനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ എനിക്കുണ്ടായ ആ അനുഭവങ്ങൾ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒന്നായിരുന്നു. ഇന്നും എനിക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ഗ്രാമത്തിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയതാണ്. വെറും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഓഫീസിലെ ഒരു സീനിയർ ആയിരുന്നു എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹലോ ബാലു, ഒരു അർജൻറ്റ് വർക്കുണ്ട്, നീ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തണം. എനിക്കറിയാം നീ വെക്കേഷൻ ആഘോഷിക്കുവാനായി ഫാമിലിയോടൊപ്പം നാട്ടിൽ പോയിരിക്കുകയാണെന്ന്. എങ്കിലും ഇവിടെ വന്നേ മതിയാവും. അത്രയ്ക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വർക്കാണിത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫോൺ വെച്ചു. ഇക്കാര്യം കേട്ടപ്പോഴേ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. എന്നാലും പോയല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് വേഗം തന്നെ ജോലി സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങി. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവുകയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ വൈഫിനും കുട്ടികൾക്കും എന്നോട് വലിയ പിണക്കമായി. പരാതിയും പരിഭവം പറച്ചിലുമായി അവരെൻ്റെ പിന്നാലെ കൂടി. എനിക്കെന്ത് ചെയ്യാനാവും? തിരക്ക് നിറഞ്ഞ നഗരത്തിലെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ആ തിരക്കെല്ലാം മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. പക്ഷേ ഇത്ര പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് ഞാനും കരുതിയില്ല. അങ്ങനെ വൈഫിനെയും കുട്ടികളെയും നാട്ടിലെ എൻ്റെ വീട്ടിൽ നിർത്തിയതിനു ശേഷം ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പറ്റുമെങ്കിൽ അന്ന് തന്നെ മടങ്ങി വരാമെന്ന് ഞാൻ മകൾക്ക് ഉറപ്പ് നൽകി. നാട്ടിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഡെയിലി ഓഫീസിലേക്ക് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഓഫീസിനടുത്ത് തന്നെയുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് കുടുംബവുമായി ഞാൻ അങ്ങോട്ടേക്ക് മാറിയത്. ആ വീട്ടിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അതിനാൽ പോകാനും വരാനും എളുപ്പമായി. പിന്നെ മോളുടെ സ്കൂൾ അടക്കുമ്പോൾ അവധിക്കാലം ആഘോഷിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്നത് ഒരു പതിവായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു. യാത്രാ സൗകര്യം കുറവായതിനാൽ ഞാൻ ഏറെ താമസിച്ചാണ് ഓഫീസിലെത്തിയത്. ഉദ്ദേശിച്ചതുപോലെ അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഓഫീസ് വർക്ക് പൂർത്തിയാക്കി. ജോലി തിരക്കിനിടയിൽ നാട്ടിലുള്ള എൻ്റെ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സിറ്റിയിലെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എൻ്റെ വൈഫിൻ്റെ കോള് വന്നത്. ഹലോ, ഇന്ന് ഇത്ര വൈകിയത് കൊണ്ട് ബാലു ഇങ്ങോട്ട് വരുമോ? അതോ അവിടെ നിൽക്കുമോ? ഇങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ബസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അവിടുത്തെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. വൈഫിൻ്റെ സംസാരത്തിനിടയിൽ മോളുടെ കരച്ചിലും വർത്തമാനവും ഞാൻ കേട്ടു. അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. മോളുടെ ശബ്ദം കേട്ടപ്പോൾ എത്ര ഇരുട്ടിയാലും നാട്ടിലേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ സിറ്റിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാനായി എനിക്കൊരു ബസ് കിട്ടി. അത് ലാസ്റ്റ് ബസ്സായിരുന്നു. രാത്രി ഒരു 11 മണിയോടെ ഞാൻ വീടിന് കുറച്ചകലെയുള്ള ഒരു ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് നടന്നു വേണം വീടെത്തുവാൻ. 2-3 നെൽപ്പാടങ്ങൾക്കപ്പുറമാണ് എൻ്റെ വീട്. ഈ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള വരമ്പിലൂടെ വേണം എനിക്ക് വീട്ടിലേക്ക് പോകുവാൻ. 2 പാടങ്ങൾ കഴിയുമ്പോൾ പൂഴിപ്പാകിയ ചെറിയൊരു വഴിയുണ്ട്. അതും കഴിഞ്ഞ് ചെന്നാൽ മറ്റൊരു പാടം കൂടിയുണ്ട്. അതും കടന്നെന്നാൽ വീടെത്തി. പാടവരമ്പല്ലേ, ഇരുവശത്തും വിളഞ്ഞു പാകമാകാറായ നെൽച്ചെടികൾ, പുല്ല് നിറഞ്ഞ് വീതി കുറഞ്ഞ വഴി, പോരാത്തതിന് ഇരുട്ടും. ഇഴജന്തുക്കളെക്കുറിച്ച് ഓർത്ത് എനിക്കുള്ളിൽ നല്ല ഭയം തോന്നി. എങ്കിലും നക്ഷത്രങ്ങളും നിലാവുമുള്ള ആ രാത്രിയിൽ ഇരുട്ടിനെ വകവയ്ക്കാതെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ചീവീടുകളുടെ ശബ്ദത്തിന് പുറമേ മറ്റെന്തൊക്കെയോ ശബ്ദങ്ങളും
ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ഒറ്റ ചിന്തയെ എനിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സ്മാർട്ട് ഫോണുകളൊന്നും ഇല്ലായിരുന്നല്ലോ. ചെറിയൊരു കീപാഡ് ഫോണാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അതിൻ്റെ ടോർച്ച് വെട്ടത്തിൽ ഞാൻ തിടുക്കത്തോടെ കാലുകൾ മുന്നോട്ട് വലിച്ചു വെച്ച് നടന്നുകൊണ്ടിരുന്നു. ആ നടപ്പിനിടയിൽ വീട്ടിൽ നിന്ന് 2-3 വട്ടം എൻ്റെ ഭാര്യ നിഷയുടെ ഫോൺ വന്നു. കോൾ റിസീവ് ചെയ്ത് ഞാൻ അവളോട് പറഞ്ഞു. ജോലി കഴിഞ്ഞപ്പോഴേ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഞാൻ പാടവരമ്പത്തുള്ള ആ വഴിയിലൂടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞെന്നാൽ ഞാൻ അവിടെ എത്തും കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ മറുതലക്കൽ നിന്ന് നിഷ വേവലാതിയോട് പറഞ്ഞു, ബാലുവേട്ടൻ എന്തിനാണ് ഇത്രയും രാത്രിയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചത്? ഇന്ന് രാത്രി സിറ്റിയിലെ നമ്മുടെ വീട്ടിൽ തങ്ങിയാൽ പോരായിരുന്നു? ഈ ഇരുട്ടത്ത് പുല്ല് പിടിച്ചു കിടക്കുന്ന വരമ്പിലൂടെ വരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? ഞാൻ അവളെ സമാധാനിപ്പിച്ച് ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ 1-2 തവണ കൂടി നിഷ എന്നെ ഫോൺ ചെയ്തു. ഇതാ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാത്തത് കൊണ്ട് അവൾ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി. ആ നടപ്പിനിടയിൽ ഞാനൊരു സ്ത്രീയുടെ കരച്ചിൽ ശബ്ദം കേട്ടു. അടുത്തെവിടെയോ നിന്നായിരുന്നു ആ ശബ്ദം ഞാൻ കേട്ടത്. അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നിന്നതിന് ശേഷം ഞാൻ ആ കരച്ചിൽ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. വേദനയും നിരാശയും കലർന്ന ആ സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായി. ഈ ഇരുട്ടിൽ വഴുതെറ്റിയ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും അതെന്ന് ഞാൻ കരുതി. എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് കഴിയാവുന്ന വിധം ആ സ്ത്രീയെ സഹായിക്കണമെന്ന ഒറ്റ ചിന്തയെ എനിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. 2 പാടവരമ്പുകളും പിന്നിട്ട് ഞാൻ ചെറിയൊരു നടവഴിയിലെത്തി. പൂഴിപ്പാകിയ വീതി കുറഞ്ഞ ആ ചെറിയ നടവഴിയുടെ അരികിലായി വലിയൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു. ആ മാവിൻ്റെ ചോട്ടിലായി ഒരു സ്ത്രീ കുത്തിയിരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ കണ്ടപ്പോഴേ ആ സ്ത്രീ വീണ്ടും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവർ നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും രാത്രിയിൽ കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വഴിയിൽ കുത്തിയിരുന്ന് അലമുറയിട്ട് കരയുന്നവരെ കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താ പറ്റിയത് നിങ്ങൾക്ക്? അവരെൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും തന്നില്ല. ഒരുപക്ഷെ ആ സ്ത്രീ നന്നെ ഭയന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ എന്നോട് ഒന്നും മിണ്ടാഞ്ഞത്. ഞാൻ വീണ്ടും അവരോട് കാര്യം തിരക്കി. ഇത്തവണ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവരെൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഉണ്ടായത്? എന്തിനാ നിങ്ങളിങ്ങനെ വഴിയരികിൽ കുത്തിയിരുന്ന് കരയുന്നത്? എൻ്റെ കൊലുസ് ഇവിടെ എവിടെയോ കളഞ്ഞുപോയി. ഒത്തിരി നേരമായി ഞാനത് തിരയുന്നു. പക്ഷേ ഇത്ര നേരമായിട്ടും ആ കൊലുസ് എനിക്ക് കിട്ടിയില്ല. അതില്ലാതെ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പോവുക? അത് തിരഞ്ഞു കണ്ടെത്തുവാൻ നിങ്ങളും കൂടി ദയവായി എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ ഇരുട്ടത്ത് ഞാൻ എവിടെ പോയാ ആ കൊലുസ് തിരയുക? ഇത്രയും ആഭരണങ്ങൾ ധരിച്ച് നിങ്ങൾ എന്തിനാ ഈ പാടവരമ്പത്തിരിക്കുന്നത്? നിങ്ങൾ ആരാ? പേരെന്താ? ഒറ്റ ശ്വാസത്തിൽ ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ അവർ കരച്ചിൽ തുടർന്നു. കരച്ചിലിനിടയിൽ അവർ പറഞ്ഞു, ആ കൊലുസ് കിട്ടാതെ ഞാനിവിടുന്ന് എങ്ങോട്ടും പോകില്ല. അത് കിട്ടാത്ത പക്ഷം
ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. ആ സ്ത്രീയെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. കരഞ്ഞ് കരഞ്ഞ് അവരാകെ അവശയായിരുന്നു. മറ്റേതെങ്കിലും പുരുഷന്മാർ അവളെ കണ്ടാൽ അവളുടെ ആഭരണങ്ങൾ അപഹരിക്കാനോ അല്ലെങ്കിൽ അവളുടെ മാനം തന്നെ അപഹരിക്കാനുള്ള ശ്രമം നടത്തിയേക്കുമെന്ന് ഞാൻ സംശയിച്ചു. അതിനാൽ മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ ഞാൻ ആ വഴിയിലെല്ലാം ആ സ്ത്രീയുടെ കൊലുസ് തിരഞ്ഞു. അരണ്ട വെളിച്ചത്തിൽ അവർ പറഞ്ഞ ആ കൊലുസ് കണ്ടെത്തുവാൻ എനിക്കായില്ല. ആ പെണ്ണിന്റെ കരച്ചിൽ വീണ്ടും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. അവരെ ആ ഇരുട്ടിൽ തനിച്ചാക്കി പോകാൻ തോന്നാഞ്ഞതിനാൽ ഞാൻ വീണ്ടും ആ വഴിയരികിൽ കൊലുസ് തിരയാൻ തുടങ്ങി. ഞാൻ ആ കൊലുസ് തിരയുന്ന സമയത്തെല്ലാം ആ സ്ത്രീ എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഇത്രയും രാത്രിയിൽ വിജനമായ ഈ വഴിയരിയിലെ ഒരു മാവിൻ ചുവട്ടിൽ കുത്തിയിരുന്ന് കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിവിടെ ഇരിക്കാൻ ഇവൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? കരഞ്ഞവശയായ ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് അവളോട് ദയവ് തോന്നി. ഞാൻ വീണ്ടും അവൾ പറഞ്ഞ സ്ഥലത്തെല്ലാം കൊലുസ് തിരയാൻ തുടങ്ങി. ഒടുവിൽ പുല്ല് പിടിച്ചു നിന്ന വയൽവരമ്പിനൊരറ്റത്ത് നിന്ന് ആ പെണ്ണ് പറഞ്ഞതുപോലുള്ള ഒരു കൊലുസ് എനിക്ക് കിട്ടി. കൊലുസ് കിട്ടിയ പാടെ സന്തോഷത്താൽ ഞാൻ അവളോട് പറഞ്ഞു, ദേ നിന്റെ കൊലുസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വഴിവക്കത്ത് നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. ഈ അസമയത്ത് മറ്റു വല്ല പുരുഷന്മാരുമാണ് നിന്നെ കണ്ടിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ പോലെ ആയിരിക്കില്ല നിന്നോട് പെരുമാറുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞതും അവൾ നിന്ന ആ മാവിൻ ചുവട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അവിടം ശൂന്യമായിരുന്നു. ഏറെ ഭയാനകമായ ഒരു അനുഭവമായിരുന്നു അത്. അത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടുനിന്ന ആ പെണ്ണിനെ ഒരു നിമിഷം കൊണ്ടാണ് കാണാതായത്. ഞാൻ ആകെ ഭയന്നു പോയി. ഈ പ്രേതത്തിലും ആത്മാവിലുമൊന്നും എനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ആ കാഴ്ച, അത് ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അതിനാൽ കയ്യിലിരുന്ന കൊലുസ് അവിടെ ഉപേക്ഷിച്ചിട്ട് വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് ഓടി. വീട്ടിലെത്തിയിട്ടും എന്റെ മനസ്സിൽ ആ സ്ത്രീയുടെ മുഖം മായാതെ നിന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് ആ സ്ത്രീ എവിടേക്കാണ് പോയത്? എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ അവൾക്ക് കഴിഞ്ഞത്? എന്റെ ചിന്ത ആ പെണ്ണിനെ കുറിച്ച് മാത്രമായിരുന്നു. ആ സമയത്തെ എന്റെ വെപ്രാളവും വിറവലും കണ്ട് നിഷ എന്നോട് കാര്യം തിരക്കി. എന്ത് പറ്റി ബാലുവേട്ട? ഏട്ടനാകെ വിയർത്ത് കുളിച്ചല്ലോ. അവളെ കൂടി ഭയപ്പെടുത്തണ്ടല്ലോ എന്നോർത്ത് ഞാൻ നിഷയോട് വഴിവക്കത്തുണ്ടായ കാര്യങ്ങളൊന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. ഏയ് ഒന്നുമില്ല, ഈ ഇരുട്ടിൽ വേഗത്തിൽ നടന്നു വന്നതുകൊണ്ട് വിയർത്തതാ. അത്താഴം കഴിക്കാതെ എന്നോടൊപ്പം കഴിക്കാനായി നിഷ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. മോള് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഒരുവിധം അല്പം ആഹാരം കഴിച്ചു. ഇങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടായാൽ അത് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ തന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. സർവ്വനേരവും ആ സംഭവത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. നിഷ ഉറക്കം പിടിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ആ സ്ത്രീ ആരായിരിക്കും? അവളൊരു മനുഷ്യ സ്ത്രീയാണോ? ആണെങ്കിൽ അത്ര പെട്ടെന്ന് അവൾക്കെങ്ങനെ അവിടെ നിന്ന് പോകാൻ കഴിയും? അങ്ങനെ ഓരോന്നോർത്തുകൊണ്ടാണ് ഞാൻ അന്ന് കിടന്നത്. പിന്നെ എപ്പോഴോ ഞാൻ ഉറങ്ങി. ഏകദേശം
ഒരു പാതിരാത്രി കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിന് വല്ലാത്തൊരു ഭാരം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ചെറുതായി തോന്നിയ വല്ലായ്മ സമയം അതിക്രമിക്കുന്തോറും കൂടി വന്നു. പിന്നീടത് അസഹനീയമായ വേദനയായി മാറി. കണ്ണു തുറന്നപ്പോഴേക്കും എൻ്റെ മുന്നിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് ഞാൻ ആകെപ്പാടെ വിറയ്ക്കാൻ തുടങ്ങി. ദേഹമാസകലം വിയർപ്പാൽ നനഞ്ഞു. വഴിവക്കിലെ മാവിൻ ചുവട്ടിൽ കണ്ട ആ സ്ത്രീ എന്റെ നെഞ്ചിന് മുകളിൽ കയറി വട്ടമിരിക്കുന്നു. അവളുടെ കയ്യിൽ ആ കൊലുസും ഉണ്ടായിരുന്നു. വികൃതവും ഭയാനകവുമായ ഒരു ചിരി അവളുടെ മുഖത്ത് എനിക്കപ്പോൾ കാണാൻ കഴിഞ്ഞു. ആകെ വെളുത്തു വിളറിയ മുഖം, ജീവനില്ലാത്ത കണ്ണുകൾ. ആ സ്ത്രീയെ കണ്ട സമയത്ത് എനിക്കുണ്ടായ എൻ്റെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന നിഷയെ വിളിച്ചുണർത്തണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും എന്റെ നാവനക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. ഞാൻ ശരിക്കും പേടിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റോളം ആ സ്ത്രീ എന്റെ നെഞ്ചിന് മുകളിൽ തന്നെ അനങ്ങാതെ അങ്ങനെയിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ സമയം നിഷ വെള്ളം കുടിക്കാനായി എണീറ്റു. എന്നെ ആ വിധം കണ്ടപ്പോൾ അവൾ പരിഭ്രമത്തോട് ചോദിച്ചു, എന്താ ബാലു, ഇത്ര നേരമായിട്ടും ബാലു ഉറങ്ങിയില്ലേ? വല്ല ദുസ്വപ്നവും കണ്ട് ഉണർന്നതാണോ? അവളുടെ ആ ചോദ്യം കേട്ട് ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഇത്തവണ എനിക്ക് നാവനക്കാൻ കഴിഞ്ഞെങ്കിലും വ്യക്തമായി ഒന്നും തന്നെ പറയാൻ എനിക്കായില്ല. നീ ആയിരുന്നു അത്? എന്റെ മുന്നിൽ നീ ആയിരുന്നു? വിറച്ചുള്ള എന്റെ സംസാരം കേട്ട് നിഷയാകെ പരിഭ്രമിച്ചു പോയി. ബാലുവേട്ടന് ഇതെന്താ പറ്റിയത്? എന്തൊക്കെ പിച്ചുമ്പയുമാ ഈ പറയുന്നത്? ഇതിനകം ഞാൻ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ചുറ്റുപാടും നോക്കി. കണ്ടതെല്ലാം ദുസ്വപ്നമായിരുന്നോ, അത് യാഥാർത്ഥ്യമാണോ എന്ന് വേർതിരിച്ചറിയാൻ എനിക്കാവുന്നില്ലായിരുന്നു. കിതച്ചുകൊണ്ട് ഞാനപ്പോൾ നിഷയോട് പറഞ്ഞു, ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ, നീ കിടന്നോ. ഒരുപക്ഷെ ഞാനെന്നെല്ലാം നിഷയോട് പറഞ്ഞിരുന്നെങ്കിൽ അവളും പേടിക്കും. ആ ചിന്തയിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിഷയോട് പറയാൻ പോയില്ല. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവൾ വീണ്ടും ഉറക്കം പിടിച്ചു. ഞാൻ ഉറങ്ങാനാവാതെ മറിഞ്ഞും തിരിഞ്ഞും കിടന്നു. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ സ്ത്രീയുടെ പേടിപ്പെടുത്തുന്ന ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങും. അവരെൻ്റെ ബെഡിന് ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെയും ഇടയ്ക്ക് എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് എൻ്റെ തലക്കൽ കുത്തിയിരിക്കുന്നത് പോലെയുമൊക്കെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആ രാത്രി അങ്ങനെ ഇരുട്ടി വെളുത്തു. രാവിലെ എൻ്റെ വീർത്ത കൺപോളകൾ കണ്ടപ്പോഴേ നിഷയ്ക്ക് മനസ്സിലായി ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന്. ബാലു ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? കണ്ടടങ്ങൾ ആകെ വീർത്തിട്ടുണ്ടല്ലോ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്തിരി വർക്ക് ലോഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷനാ. ഈ സംസാരത്തിനിടയിൽ മോൾ ഉണർന്നു. അവൾ എണീറ്റപ്പോഴേ എന്നെ കണ്ട പാടെ അവൾ ആകെ ഹാപ്പിയായി. പപ്പ എപ്പോഴാ വന്നത്? ഇന്ന് ഞാനും ഏട്ടനും കൂടി പാടവരമ്പത്തുള്ള ആ മാവിന്മേൽ ഒരു ഊഞ്ഞാൽ കെട്ടാൻ പോവുകയാ. എൻ്റെ കസിൻ്റെ മോൻ ആയുഷിനെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. നാട്ടിൽ വന്നാൽ ദേവുവിൻ്റെ കൂട്ട് അവനാണ്. പാടവരമ്പത്ത് നിൽക്കുന്ന ആ മാവിൽ ഊഞ്ഞാല് കെട്ടുന്ന കാര്യം കേട്ടപ്പോഴേ എന്നെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ ദേഷ്യത്തിൽ ദേവുവിനോട് പറഞ്ഞു, വേണ്ട, അങ്ങോട്ടേക്ക് ആരും പോകണ്ട, ആ മരത്തിൽ ഊഞ്ഞാലും കെട്ടണ്ട. ഇനി ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ അവിടെ എങ്ങാനും പോയാൽ
അടിച്ച് ഞാൻ രണ്ടിന്റെ പുറം മുളിക്കും, പറഞ്ഞേക്കാം. അതോടെ അവരിരുവരും പേടിച്ചു പോയി. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഈ വിധം കുട്ടികളോട് ദേഷ്യത്തിൽ പെരുമാറിയത്. എന്റെ ഭാവമാറ്റം കണ്ട് ഭയന്നു പോയ അവർ വളരെ പെട്ടെന്ന് തന്നെ എന്റെ കൺവട്ടത്ത് നിന്ന് മാറിപ്പോയി. നിഷയെയും എന്റെ ആ ഭാവമാറ്റം വേദനിപ്പിച്ചു. കുട്ടികളോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ലാതെ തന്നെ ബാലു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവരതനുസരിക്കുമായിരുന്നു. ഒരു ദിവസം കൂടി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം രാത്രിയിൽ എല്ലാവരെയും പോലെ തന്നെ ഞാനും അത്താഴത്തിന് ശേഷം ഉറങ്ങാൻ കിടന്നു. ഇത്തവണ എന്തു വന്നാലും പേടിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഏറെ വൈകിയാണ് ഞാൻ ഉറങ്ങിയതെങ്കിലും എപ്പോഴോ ഞാൻ ആ ഉറക്കത്തിൽ നിന്നുണർന്നു. നോക്കിയപ്പോൾ നിഷ എൻ്റെ അരികിലില്ലായിരുന്നു. ഞാൻ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിഷയെ തിരഞ്ഞു. അവളെ അവിടെ എങ്ങും കാണാഞ്ഞതിനാൽ ഞാൻ ഉറക്കെ അവളെ വിളിച്ചു. നിഷ, നിഷ, നീ ഇതെവിടെയാ? നിഷ. പക്ഷേ അവളുടെ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതോടെ മറ്റു മുറികളിലും ഞാൻ നിഷയെ തിരഞ്ഞു. ആ സമയത്താണ് ടെറസിന്റെ മുകളിൽ നിന്ന് ഒരു കൊലുസിന്റെ ശബ്ദം ഞാൻ കേട്ടത്. ആരോ നടക്കുന്നത് പോലെയുള്ള ആ ശബ്ദം വളരെ വ്യക്തമായി തന്നെ ഞാൻ കേട്ടതാണ്. ഞാൻ അവിടേക്ക് പോകാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ആരോ എന്നെ ശക്തിയായി വലിച്ചുകൊണ്ട് ടെറസിലേക്ക് പോയി. ആ അദൃശ്യശക്തി എന്താണെന്നോ അതാരാണെന്നോ ഞാൻ കണ്ടില്ല. ഭയന്ന് വിറച്ച ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. ടെറസിലെത്തിയ ഞാൻ പേടിയോടെ ചുറ്റും കണ്ണോടിച്ചു. ആ സമയം എന്റെ ഭാര്യ നിഷ ടെറസിലൂടെ അങ്ങിങ്ങ് നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എന്നെ ഏറെ ഭയപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രവും അന്ന് പാടവരമ്പത്ത് മാവിൻ ചുവട്ടിൽ വെച്ച് കണ്ട ആ സ്ത്രീയുടേത് പോലെ തന്നെയായിരുന്നു. കൂടാതെ ആ സ്ത്രീയുടെ കൊലുസുകൾ അണിഞ്ഞുകൊണ്ടാണ് നിഷ ആ ടെറസിലൂടെ നടന്നത്. അതെല്ലാം കണ്ട് എന്റെ ഭയം ഇരട്ടിച്ചു. ഞാൻ ആകെ വിയർത്ത് കുളിച്ചു. നിഷ, നിഷ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ പാതിരാത്രിയിൽ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഓടിച്ചെന്ന് അവളുടെ തോൾ പിടിച്ചതും അവൾ തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കി. വല്ലാത്തൊരു ചിരി ചിരിച്ചുകൊണ്ട് വളരെ ശക്തമായി എന്നെ ആ ടെറസിൽ നിന്ന് അവൾ താഴേക്ക് തള്ളിയിട്ടു. ടെറസിൽ നിന്ന് താഴേക്ക് പതിച്ച എന്റെ തലയിൽ അസഹനീയമായ വേദനയുണ്ടായി. ആ വേദന അനുഭവപ്പെട്ടതോടെ ഞാൻ എന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ അതുവരെ കണ്ടതെല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. നിഷ അവളെന്റെ അരികിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഞാനും എവിടെയാണോ കിടന്നത് അവിടെ തന്നെയാണ് കിടന്നിരുന്നത്. കേവലം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വിയർപ്പിൽ നനഞ്ഞു കുളിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പുതച്ചിരുന്ന പുതപ്പ് പോലും വിയർപ്പിലാകെ നനഞ്ഞിരുന്നു. ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടതോടെ എനിക്കെന്റെ ഉറക്കം നഷ്ടമായി. ആ രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. രാവിലെ ബെഡിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. എന്റെ മോള് ദേവു കിലുകില ചിരിച്ചുകൊണ്ട് ഓടി എന്റെ മടിയിൽ കയറിയിരുന്നു. ഇന്നലെ ഊഞ്ഞാലി കെട്ടാൻ അനുവദിക്കാഞ്ഞതിനാൽ അവൾ നുണക്കുഴികൾ കാട്ടി എന്നോട് പരിഭവം പറയാൻ തുടങ്ങിയതും ഞാൻ മോളോടും കയർത്തു. എന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കണ്ട് അവൾ നിഷയുടെ സാരത്തലപ്പിന് മറയിൽ ഒളിച്ചു. ബാലു, ബാലു, എന്താ ഇങ്ങനെയൊക്കെ? നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
മോളോട് എന്തിനാ കയർത്തി സംസാരിക്കുന്നത്? അവള് കുട്ടിയല്ലേ. അപ്പോഴും നിഷയോട് എൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ എനിക്ക് തോന്നിയില്ല. അവളും ടെൻഷൻ അടിക്കണ്ടേ എന്നോർത്താണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. അതുപോലെ തന്നെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ദുസ്വപ്നങ്ങൾ എന്നെ പതിവായി വേട്ടയാടി, എന്നെ ഉറക്കം കെടുത്തി. അങ്ങനെ ഞാൻ കണ്ട ഒരു ദുസ്വപ്നത്തിൽ പാടവരമ്പത്ത് നിൽക്കുന്ന ആ മാവിൻ ചുവട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു. എന്റെ തൊട്ടു മുന്നിലായി ആ സ്ത്രീ നിൽക്കുന്നു. അവളുടെ തുറിച്ചുന്തിയ കണ്ണുകളുടെ നോട്ടം എന്റെ മുഖത്തേക്കാണ്. ആ സ്ത്രീ തന്റെ ഇരു കൈകളിലുമായി ആ കൊലുസ് തൂക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കൊലുസ് കിലുക്കിക്കൊണ്ട് അവൾ എന്നെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ നിരന്തരം എന്റെ മനസ്സമാധാനം കെടുത്തിയപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാഞ്ഞതിനാൽ ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയോട് ഞാൻ അതുവരെ ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാ വിവരങ്ങളും കേട്ടതിന് ശേഷം വൃദ്ധനായ ആ പോറ്റി എന്നോട് പറഞ്ഞു, പ്രശ്നങ്ങൾ ഇത്രയ്ക്കും രൂക്ഷമാകുന്നതുവരെയും താൻ എന്തിനാ കാത്തിരുന്നത്? ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഉറപ്പായും താനൊരു മാനസിക രോഗിയായി തീർന്നേനും. മാത്രവുമല്ല, അധികം വൈകാതെ തന്നെ തന്റെ മരണവും സംഭവിക്കുമായിരുന്നു. തുടക്കത്തിലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും തനിക്ക് ഇവിടേക്ക് വരാൻ തോന്നിയല്ലോ. ഭഗവാൻ തൻ്റെ ഒപ്പമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ സ്ത്രീരൂപത്തെ താൻ ആ മാവിൻ ചൂട്ടിൽ വെച്ചല്ലേ കണ്ടത്? 2 വെള്ളി കൊലുസുകൾ വാങ്ങിച്ച് ആ മാവിൻ്റെ ചുവട്ടിലേക്ക് കുഴിച്ചിട്. അതോടെ അവളുടെ ശല്യത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാം. വൈകാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്ക്. പിന്നെ അവൾ തന്നെ ശല്യപ്പെടുത്താൻ വരില്ല. അതെല്ലാം കേട്ടുനിന്ന് ഞാൻ പോറ്റിയോട് പറഞ്ഞു. പോറ്റി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. എന്നാലും ഞാൻ കണ്ട ആ സ്ത്രീ ആരാണ്? അവൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? കളഞ്ഞുപോയ ആ കൊലുസ് കണ്ടെത്തി ആ മാവിൻ ചൂട്ടിൽ തന്നെ ഉപേക്ഷിച്ചതാണ് ഞാൻ. പിന്നെയും ആ സ്ത്രീ എന്റെ പിന്നാലെ കൂടിയതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ അവളെ സഹായിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും എന്റെ ചോദ്യങ്ങൾ കേട്ട് പോറ്റി പറഞ്ഞു, താൻ വിഷമിക്കാതിരിക്കണോ. തനിക്ക് മാത്രമല്ല അവളുടെ ശല്യം. എന്താ പറയുക, അവളെ കുറ്റം പറയാനും പറ്റില്ല. മരിച്ചിട്ടും ആ പാവത്തിന് ആത്മശാന്തി കിട്ടിയിട്ടില്ല. കൊലുസുകൾ ആ മാവിൻ ചൂട്ടിൽ കുഴിച്ചിടുന്നതോടെ തൻ്റെ പ്രശ്നങ്ങൾ തീരുന്നതാണ്. പക്ഷേ അവൾക്ക് ഈ ഭൂമിയിൽ എത്ര കാലം ഇങ്ങനെ ഗതികിട്ടാതെ അലയേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോറ്റിക്ക് ആ സ്ത്രീയെ അറിയാമോ? എൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹാ, എനിക്കവളെ അറിയാം. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ആ പെണ്ണിൻ്റെ വിവാഹം നടന്നത്. തീരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഒത്തിരി കഷ്ടപ്പെട്ട് പലരോടും കടം മേടിച്ചാണ് നിർധനായ അവളുടെ അച്ഛൻ അവളെ വിവാഹം കഴിപ്പിച്ചയച്ചത്. ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. ആ പാവം മനുഷ്യനെ കൊണ്ട് പറ്റുന്ന വിധം മകളുടെ വിവാഹം വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം നടത്തി. തൻ്റെ മകൾ സന്തോഷത്തോടെ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര അയച്ചത്. പക്ഷേ ആ പാവത്തിന് അറിയില്ലായിരുന്നല്ലോ തൻ്റെ പ്രിയപ്പെട്ട മകളെ താൻ പറഞ്ഞയക്കുന്നത് ഒരു നരകത്തിലേക്കാണെന്ന്. ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതോടെ പതുക്കെ പതുക്കെ അവളുടെ ഭർത്താവും അയാളുടെ വീട്ടുകാരും അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുന്നതോടെ അവരുടെ ഡിമാൻഡും കൂടിക്കൂടി വന്നു. പണത്തിനും സ്വർണത്തിനും വേണ്ടി അവളുടെ ഭർത്താവ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി.
കിട്ടിയ സ്ത്രീധനത്തിൽ അയാളും അയാളുടെ വീട്ടുകാരും സംതൃപ്തരല്ലായിരുന്നു. സ്വർണമായിട്ടും പണമായിട്ടും അവരങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. ആ പെണ്ണ് വല്ലാതെ വിഷമിച്ചു. തന്റെ വൃദ്ധനായ അച്ഛൻ എത്ര പേരോട് കടം മേടിച്ചിട്ടാണ് തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചതെന്നും അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനാൽ ഇനിയും അദ്ദേഹത്തോടെ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയെല്ലാം പറയുക? വീട് പോലും പണയത്തിലാണ്. ഇക്കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞെന്നാൽ ഉറപ്പായും അദ്ദേഹം വല്ലാണ്ട് സങ്കടപ്പെടും. അദ്ദേഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് അവൾ ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി. പുറമേ ചിരിച്ചിരുന്നെങ്കിലും അവളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. ദിവസങ്ങൾ പോകുന്തോറും ഭർത്താവിൻ്റെയും അയാളുടെ വീട്ടുകാരുടെയും പീഡനം കൂടിക്കൂടി വന്നു. അസഹനീയമാം വിധം അതെല്ലാം അവളുടെ മനസ്സിനെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ അവസാനം ആ പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. പാടവരമ്പത്തുള്ള ആ വലിയ മാവിൻ്റെ ഒരു കൊമ്പിൽ അവൾ തൂങ്ങി നിന്നതാ പിന്നീട് എല്ലാവരും കണ്ടത്. അന്ന് തൊട്ട് രാത്രി സമയങ്ങളിൽ ആ മാവിൻ്റെ ചുവട്ടിൽ ഒരു സ്ത്രീ കുത്തിയിരിക്കുന്നതായിട്ട് നാട്ടിലെ ചിലർ കണ്ടിട്ടുണ്ടത്രേ. അവളുടെ ആത്മാവ് ആത്മശാന്തി കിട്ടാതെ ഇപ്പോഴും അലഞ്ഞു നടക്കുകയാ. ആ മാവിൻ ചുവട്ടിൽ അവളുണ്ട്. എല്ലാവർക്കുമൊന്നും അവളെ കാണാൻ കഴിയില്ല. ചിലർക്ക് മാത്രമേ അവളെ കാണാൻ കഴിയൂ. രാത്രി സമയത്ത് അവൾ ആ മരത്തിന് ചുവട്ടിൽ കുത്തിയിരിക്കും. അവളെ കാണാൻ കഴിയുന്ന വഴിപോക്കരോട് അവൾ ഓരോ സാധനങ്ങൾ ആവശ്യപ്പെടും. ചിലരോട് വള, ചിലരോട് മാല, അങ്ങനെ പലതും. പാവം, മരിച്ചിട്ടും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാൻ അവൾ ഓരോന്നും ഇങ്ങനെ കൂട്ടിവെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 16 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവമൊക്കെ നടന്നത്. ഇന്നെനിക്ക് വയസ്സ് 71. ഇനിയൊന്ന് താൻ ആലോചിച്ചു നോക്ക്. ആ പെണ്ണിൻ്റെ ഗതികിട്ടാത്ത ആത്മാവ് എത്ര നാളായി ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ടെന്ന്. പോറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എനിക്കാകെ വിഷമമായി. തൊട്ടടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. ആ പാവം പെണ്ണിൻ്റെ നിത്യശാന്തിക്കായി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? അവളുടെ കാര്യം കേട്ടപ്പോൾ മുതൽ എനിക്കെന്തെന്നില്ലാത്ത ഒരു മാനസിക വേദന തോന്നുകയാണ്. എൻ്റെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, അവളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് താങ്കൾ പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ഉറപ്പായും ചെയ്യാം. പാവം സ്ത്രീ എത്ര നാളായി ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നു. എനിക്കത് ഓർക്കുമ്പോഴേ സങ്കടം വരികയാ. അപ്പോൾ പോറ്റി പറഞ്ഞു, സത്യത്തിൽ അവളുടെ ആത്മാവിൻ്റെ മോക്ഷത്തിനായി താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100 പെൺകുട്ടികൾക്കായി താൻ ആദ്യം അന്നദാനം നടത്തുക. ശേഷം അവർ ഓരോരുത്തരുടെയും പേരിൽ ഒരു പൂജയും നടത്തണം. കാര്യങ്ങൾ ഇവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. 100 പെൺകുട്ടികളുടെ ഒരു സമൂഹ വിവാഹം താൻ നടത്തി കൊടുക്കേണ്ടി വരും. അതും സ്ത്രീധനത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പുരുഷന്മാർക്കായിരിക്കണം അവരുടെ കൈപിടിച്ച് കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്താൽ തീർച്ചയായും ആ പാവം പെണ്ണിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടും. പിന്നീട് അവൾ ആരെയും ശല്യം ചെയ്യില്ല. 100 പെൺകുട്ടികൾക്ക് അന്നദാനം നടത്തുക എന്നത് എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമായിരുന്നു. അവരുടെ പേരിൽ പൂജയും നടത്താം. പക്ഷേ അവരുടെ വിവാഹം, അതും സ്ത്രീധനമൊന്നും ആഗ്രഹിക്കാത്ത പയ്യന്മാരുടെ കയ്യിൽ
അവരെ ഓരോരുത്തരെയും വിവാഹം കഴിച്ച് ഏൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇക്കാലത്ത് സ്ത്രീധനമൊന്നും ആഗ്രഹിക്കാതെ പെണ്ണിൻ്റെ സ്നേഹം മാത്രം ആഗ്രഹിച്ച് അവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. അങ്ങനെയുള്ള ചെക്കന്മാരെ ഞാൻ എങ്ങനെ കണ്ടെത്തും? ഏറെ ശ്രമകരമായ കാര്യമായിരുന്നിട്ട് കൂടിയും ഞാൻ അതിനായി ഒരുപാട് പരിശ്രമിച്ചു. പോറ്റിക്കറിയാവുന്ന കുറച്ചു പേർ എന്നെ ഇക്കാര്യത്തിൽ സഹായിച്ചു. 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് ഒരു സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. പാവപ്പെട്ട 100 പെൺകുട്ടികൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ അങ്ങനെ ഞങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് സാധിച്ചു. അതിനുശേഷം ആ മാവിൻ ചൂട്ടിലെ ആ സ്ത്രീയെ ആരും തന്നെ കണ്ടിട്ടില്ല. 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവൾ ആരെയും അതിൽ പിന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും ആ സ്ത്രീയുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇന്നും എന്നെ ഉറക്കം കെടുത്തിയ ആ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങും. എങ്കിലും ആ സംഭവത്തെ തുടർന്ന് നല്ലൊരു കാര്യം കൂടി ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ എനിക്കേറെ സന്തോഷവും തോന്നും. ആ പാവം പെണ്ണിനുണ്ടായ ദുരനുഭവം ഇനി ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓരോ യുവാക്കളും സ്ത്രീധനം മേടിക്കാതെ സ്ത്രീയെ തന്നെ വിലമതിക്കാനാവാത്തൊരു ധനമായി കണ്ടുകൊണ്ട് അവരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിനുണ്ടായ ദുരനുഭവം ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഈ കഥയ്ക്ക് ഒരു റിയൽ ഇൻസിഡൻറ്റുമായി ബന്ധമുണ്ട്. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. കഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അതാണ് കഥ പ്രസൻറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വൈകുന്നത്. എക്സാം കഴിഞ്ഞ് പേപ്പറുകളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഒത്തിരി വൈകാതെ പുതിയ പുതിയ കഥകളുമായി ഞാൻ വരാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒരു കഥ കേട്ട് ഉടനെ തന്നെ ചാനൽ സബ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. 2-3 കഥകൾ കേട്ട് ആ കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കഥ കേൾക്കുക. അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഇന്നത്തെ കഥ പറയുന്ന സമയത്ത് എനിക്ക് തൊണ്ടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു തൊണ്ടവേദനയും വല്ലാത്തൊരു ബുദ്ധിമുട്ടുമുണ്ട്. വേണ്ട രീതിയിൽ കഥ പറഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. കൂട്ടുകാരനോട് ക്ഷമിക്കുമല്ലോ അല്ലേ? അപ്പോൾ ശരി, മറ്റൊരു പുതിയ കഥയുമായി അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാം.